പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഓരോ നാളും പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് പലപ്പോഴും നമ്മൾ ഈ വചനം കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുന്ന വചനം കേൾക്കാനായിട്ട് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും ആഗ്രഹം. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം. നിശ്ചയമായിട്ടും ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. എന്നാൽ കണ്ണുനീര് തുടയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെയേറെ ബലഹീനരാണ്. അതുകൊണ്ട് ബലഹീനരായി നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നൊരു ദൈവം എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ജനമായിരിക്കുന്നതാണ് പലർക്കും ഗുണമുള്ളത്. പക്ഷെ ജനം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വിഷയങ്ങളുടെ മുമ്പിലാണോ നമ്മൾ കരയേണ്ടത്, ആ വിഷയത്തിന് മുമ്പിൽ കരയാതെ വണ്ണം നമ്മെ നിർത്തുന്ന, കരയാൻ ഇടവരാതെ വണ്ണം നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അവിടെയാണ് യഥാർത്ഥ മിസ്ട്രി ഇരിക്കുന്നത്. നമ്മളെ വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വഭാവം, ആ ഒരു അവസ്ഥയിൽ നമ്മളെ മാറ്റിക്കൊണ്ടുവരും. അത് നമ്മള് ഈ യോസഫിന്റെ ജീവിത ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പലപ്പോഴും ചെറുപ്പം മുതൽ നമ്മള് സൺഡേ സ്കൂൾ കാലം മുതൽ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് യോസഫിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. നമ്മൾ അവിടെ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന യോസഫിനെ സംബന്ധിച്ചിടത്തോളം, യോസഫ് അവന്റെ പിതാവിന്റെ മുൻപിൽ ഏറ്റവും വത്സലപുത്രനായിരുന്ന യോസഫ്, ആ യോസഫിന്റെ ജീവിതത്തെ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അടിമയായി മാറി, അപ്പനിൽ നിന്ന് വേർപിരിക്കപ്പെട്ടു, ഒരു അന്യദേശത്തേക്ക് ഒന്നുമില്ലാത്ത ഒരാളെ പോലെ പോകേണ്ടതായിട്ട് വന്നു. അവിടെയും ചെന്ന് കഴിഞ്ഞപ്പോൾ പോത്തിഫർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ജോലിക്കാരനായിട്ട് അടിമയായി യോസഫ് അവിടെ ആയിത്തീരും. അപ്പൊ നമുക്ക് അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് യോസഫിനെ നമുക്കൊക്കെ ഈ ജീവിതത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ എന്ന വാക്ക് നമുക്ക് ധാരാളം കേൾക്കാൻ കഴിയും. അപ്പൊ യോസഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോയപ്പോൾ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നത് വളരെ വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്ന യോസഫ് ഒരിക്കൽ പോലും അങ്ങനെ ആയിത്തീർന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നില്ല. യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫ് ആ പോത്തിഫറിന്റെ വീട്ടിൽ ജോലി ചെയ്തപ്പോഴും ഏറ്റവും വിശ്വസ്തനായിട്ട് ജോലി ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം അവിടെ പോത്തിഫറിന്റെ സാക്ഷ്യം ഇതാണ്, അവന്റെ കൂടെ ദൈവം ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധ്യമാക്കുന്നു എന്നും പോത്തിഫർ കണ്ടു. അപ്പൊ അവിടെ പോത്തിഫറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പരമാവധി യോസഫിനെ ശ്രദ്ധിക്കുന്ന ഒരു യജമാനനായിട്ടാണ് കാണുന്നത്. അപ്പൊ യജമാന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതാണ്. അതായത് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്ന പോലാണ്. അവൻ ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആകുന്നു, നിറവാകുന്നു, കാര്യങ്ങളിലെല്ലാം ഒരു പൂർണ്ണത കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണതയും തികവും കാണാൻ കഴിയുന്നവനായ പോത്തിഫറിന് കാണാൻ സാധിക്കുന്നു. അത്രത്തോളം ഇപ്പൊ യോസഫിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷനിലാണ് അവൻ ജോലി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഫലകരമാകാൻ പറ്റുന്നത്. നമുക്കറിയാലോ, നമ്മുടെ മനസ്സിൽ ഒരു നിരാശയോട് ഭാരത്തോടു കൂടെ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് നമുക്ക് സക്സസ് ആകാൻ പറ്റും. അപ്പൊ ഇവിടെ നിരാശയോടും ഭാരത്തോടു കൂടെ അല്ല ഇവിടെ യോസഫ് കാര്യങ്ങൾ ചെയ്യുന്നു. യോസഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യോസഫിന്റെ അകത്ത് തന്നെ ഒരു ധൈര്യമുണ്ട്. എന്റെ കൂടെ കർത്താവ്, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് യോസഫ് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ യോസഫിന്റെ ജീവിതത്തിൽ ഒരിടത്തും നിരാശപ്പെട്ടു, കരഞ്ഞു നിലവിളിച്ചു എങ്ങും കാണുന്നു. അപ്പൊ കാരണം യോസഫിനെ ആ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യത്തക്കവണ്ണം എക്വിപ്പ് ചെയ്യുന്നതായിരുന്നു ആ ദർശനം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം എന്ന് അറിയുന്നതിനേക്കാളും ആ വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട് നമ്മെ എക്വിപ്പ് ചെയ്യുന്ന ഒരു ദൈവത്തെ കുറിച്ച്, പ്രാപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം, അതാണ് നമ്മൾ കണ്ടത്.
നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ പലയിടത്തും പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്, അല്ലെ? പലരും ചിലപ്പോൾ ആളുകൾ അവനെ മലയിൽ നിന്ന് തള്ളിയിടാനായിട്ട് നോക്കി അവനെ ഉപദ്രവിച്ചു എന്നൊക്കെ കാണുന്നു. പക്ഷെ അവിടെ എങ്ങും കരഞ്ഞു നിലവിളിച്ചു എന്ന് നമ്മൾ കാണുന്നു. യേശുക്രിസ്തു ലാസറിന്റെ കല്ലറ വാതിക്കൽ വെച്ച് കരഞ്ഞു. അത് അവരുടെ അവിശ്വാസം നിമിത്തം. എന്നാൽ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത് പൗലോസിന്റെ ജീവിതത്തിലും പൗലോസ് കടന്നുപോയ വെല്ലുവിളികൾ വളരെ അസാധാരണമായിരുന്നു. എന്നാൽ പൗലോസ് അവിടെ ഒരിക്കലും കരഞ്ഞു നിലവിളിക്കുന്നവനായിട്ടല്ല പൗലോസിനെ കാണുന്നത്. അവിടെ മരിച്ചുപോയി എന്ന് തോന്നത്തക്കവണ്ണം ഇട്ടേച്ചു പോയ സ്ഥലത്തു നിന്നും ശിഷ്യന്മാർ ചുറ്റും നിന്നപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും കടന്നുപോയി തൻ്റെ കേൾവിക്കാരെ ആശ്വസിപ്പിക്കുന്ന നിലയിലുള്ള സംഭാഷണങ്ങളാണ് പൗലോസിന്. അപ്പൊ നമ്മൾ പലപ്പോഴും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളിൽ ആശ്വാസം തരുന്ന ഒരു ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് നിശ്ചയമായിട്ട് സാധിക്കും. കാരണം കർത്താവ് മനസ്സലിയുന്ന ദൈവം തന്നെ. പക്ഷെ എന്നാൽ ആ ഒരു മനസ്സലിവ് എന്നതിനപ്പുറത്ത് നമ്മെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കത്തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ദൈവം, ആ ഒരു ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇവിടെ ആ ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബലപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം, നമ്മളെ കർത്താവിൽ ധൈര്യത്തോടെ നിർത്തിയിരിക്കുക, ആ ഒരു ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രമിച്ചേ. നിങ്ങളെ പ്രതികൂലങ്ങളെ നടുവിൽ തകർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ ആ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശക്തമായ ബലം പ്രാപിച്ചിരിക്കുന്നത്, അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്. അത് ആ കർത്താവിന്റെ കൃപയിൽ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നതാണെന്നുള്ളത് മറക്കരുത്. നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എഫേഷ്യൻസ് chapter 5 verse 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇവിടെ പറയുന്നത് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം, എങ്കിൽ ക്രിസ്തു നിന്നിൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അപ്പൊ അവിടെ പറയുന്നത് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, ഉറങ്ങുന്നവൻ. അപ്പൊ ഈ ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉറങ്ങുന്നവനെന്ന് നമ്മൾ കാണുമ്പോൾ, അങ്ങനെ കേൾക്കുമ്പോൾ, ഉറങ്ങുന്നവൻ അവന് ഇനാക്റ്റീവ് ആണ്, അവൻ ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷേ അവനിൽ ജീവനുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിൽ അവൻ എഴുന്നേൽക്കാം. ഇവിടെ എന്നാൽ ഉറങ്ങുന്നവൻ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്നു, മരിച്ചവരുടെ നടുവിലായിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം, മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. അപ്പൊ ഉറങ്ങുന്നവനാണ് ഇവൻ. ഉറങ്ങുന്ന അവസ്ഥ, അതായത് നമ്മുടെ ഉള്ളില് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എന്ത് തിരിച്ചറിവാണ്? യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സൗഖ്യം എൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്ക് എന്ന് പറഞ്ഞാൽ അത് എന്റെ ഉള്ളിലുണ്ട്. എന്റെ ശരീരത്തിന്റെ സൗഖ്യം വേറെ എവിടെ നിന്നും അല്ല വരുന്നത്. എന്റെ സൗഖ്യം ആരോ കൈവയ്ക്കുന്നതിലൂടെ എന്തോ ചില ശുശ്രൂഷകളിൽ കൂടെ വരുന്നതല്ലത്. എന്റെ സൗഖ്യം, എന്റെ വിടുതല്, എന്റെ അത്ഭുതം എന്റെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നതാണ്. എന്റെ ഉള്ളിലുണ്ടത്. എന്റെ ഉള്ളിൽ ആ സൗഖ്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്, എന്റെ ഉള്ളിൽ എന്റെ വിടുതൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് എന്ത്? ഹല്ലേലൂയ, ഞാൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. സാമ്പത്തികമായിട്ട് വെല്ലുവിളികളിൽ കൂടെ പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ ആ വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. തോറ്റ് ജീവിതത്തിനകത്ത് പരാജയപ്പെട്ട് കിടക്കുന്നവരാണ് നിങ്ങൾ. ആ പരാജയം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ ജയം മറഞ്ഞിരിപ്പുണ്ട്. ജയം മറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ആ മറഞ്ഞു കിടക്കുന്ന ജയത്തെ, ഉറങ്ങിക്കിടക്കുന്ന ജയത്തെ എഴുന്നേൽപ്പിക്കുക. അപ്പൊ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, രണ്ട്
പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, മരിച്ചവന് ജീവനില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം ജീവനില്ല. പക്ഷെ ഉറങ്ങുന്നവന് ജീവനുണ്ട്. ദർ ഇസ് ലൈഫ്. അപ്പൊ ഉറങ്ങുന്നവന് ജീവനുണ്ട്. അവൻ ഉറങ്ങുകയാണ്, പക്ഷെ ജീവനുണ്ട്. അപ്പൊ നമുക്കറിയാം, ആദിയിൽ ആദമിനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേശത്തെ അടക്കുക, ഭൂമിയെ അടക്കി വാഴുക, വർദ്ധിക്കുക. ഇതൊക്കെയാണ് അവർക്ക് ദൈവം കൊടുത്തിരുന്ന കൽപ്പന. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ കൽപ്പന പ്രകാരം അവരുടെ ജീവിതത്തിനകത്ത് പിന്നീട് അവർക്ക് നിൽക്കാൻ സാധിച്ചില്ല. അവർ തെറ്റിപ്പോയി. അവർ വീണു പോയതോടുകൂടെ അവരുടെ ജീവിതത്തിനകത്ത് അവർ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്താൻ കഴിയും. അപ്പൊ അവിടെ സംഭവിച്ചൊരു കാര്യം ഇതാണ്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നായിരുന്നു കർത്താവിന്റെ കൽപ്പന. കർത്താവ് പറഞ്ഞു, നീ മരിക്കുമെന്ന്. അപ്പൊ അവൻ മരിച്ചു, പാപം ചെയ്തപ്പോ മരിച്ചു. അപ്പൊ നമുക്കറിയാം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നിങ്ങൾ. അപ്പൊ മരിച്ചവർ എന്ന് പറയുമ്പോൾ അവിടെ 2 തരത്തില്, ഫിസിക്കൽ ഡെത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡെത്ത്. അവരുടെ പാപവും അതിക്രമം കൊണ്ട് മരിച്ചു. അപ്പൊ അവിടെ മരിച്ചവന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞു ഇങ്ങനെ, യോഹന്നാന്റെ സുവിശേഷം 10:10, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുക്കാനും മുട്ടിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. അപ്പൊ അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധിക്കായിട്ട്. അവിടെ നമുക്ക് യേശുക്രിസ്തു വന്നത് മരിച്ചുപോയ മാനവജാതിയുടെ, അതായത് ദൈവത്തോടുള്ള ബന്ധം അറ്റുപോയ മാനവജാതിക്ക് വീണ്ടും ജീവൻ നൽകാനായിട്ടാണ് കർത്താവ്. അപ്പൊ കർത്താവ് വന്നതിലൂടെ സംഭവിച്ചത്, യേശുവിനെ തിരിച്ചറിഞ്ഞവനിൽ സംഭവിച്ചത്, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. നിദ്രയിൽ നിന്നല്ല, മരണത്തിൽ നിന്ന്. നമുക്കറിയാം, ലാസറിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്നാ പറഞ്ഞത്. നമുക്കറിയാം, അതുപോലെ തന്നെ യായിറൂസിന്റെ കുഞ്ഞിനെ കുറിച്ച് യേശു പറഞ്ഞു, ബാല ഉറങ്ങുകയാണ്. കാരണം ഉറങ്ങുക എന്ന് കർത്താവ് പറയുമ്പോൾ മരണത്തിന് ഉറങ്ങുക എന്ന് പേരിട്ടു എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ശരിക്കും മരണത്തെ ഉറങ്ങുക എന്ന് പേരിട്ടു എന്നല്ല, കർത്താവ് പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യാന്ന് യായിറൂസിനോട് പറഞ്ഞു. ലാസറിന്റെ സഹോദരങ്ങൾ ആളെ അയച്ചപ്പോ യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല എന്ന് യേശു പറഞ്ഞു. അപ്പം ഈ ദീനം മരണത്തിനല്ല എന്ന് യേശു പറഞ്ഞപ്പോ, ബാല മരിച്ചിട്ടില്ല എന്ന് യേശു പറഞ്ഞപ്പോ, യേശുവിന് അവരുടെ ജീവിതത്തിന്റെ സമയം എൻഡ് ആയിട്ടില്ല, തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന് അറിയാം, ഇത് നിദ്രയാണ്. ഉറങ്ങുക എന്ന് പറയുമ്പോൾ അത് അവസാനിച്ചിട്ടില്ല, ഇനിയും ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, സന്ദർഭമുണ്ട്, അവസരങ്ങളുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഇവിടെ ഈ വചനത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവൻ കർത്താവ് നമുക്ക് തന്നത് ജീവന് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്ന ജീവൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം, അവന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, യേശുവിനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് ലോകത്തെ സ്നേഹിച്ചു, പിതാവ് ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമുക്ക് ജീവൻ തരാനായിട്ടാണ് യേശു വന്നത്, ജീവൻ തരാനായിട്ടാണ് പിതാവ് ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പൊ ജീവൻ അപ്പൊ നമുക്ക് ജീവനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ആ ജീവൻ നൽകുന്നത് എന്താണ്? ആത്മാവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ജീവൻ തരുന്നത് ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ നമ്മൾ ഇവിടെ വചനത്തിൽ കാണുമ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ ആത്മാവാണ് ജീവൻ തരുന്നത്, ആത്മാവാണ് ജീവന്റെ ഉറവിടം. നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനം 15:45 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു.
ഇപ്പൊ ജീവൻ തരുന്നത് ആത്മാവാണ്. ആത്മാവ്. റോമാലേഖനം 8:11 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിനെ മരിച്ചവളിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ജീവിപ്പിക്കുന്നത് ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ നമ്മളെ ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അപ്പൊ ഇവിടെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ജീവൻ നൽകുന്ന ആത്മാവ്. അതായത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ശരീരത്തിൽ ജീവൻ നൽകുന്നത് ആത്മാവാണ്. ജീവന്റെ ഉറവിടം ആത്മാവാണ്. നമുക്ക് വീണ്ടും ജനനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന് പറയും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3:5 കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ, കടപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 6-ാം വാക്യം പറയുന്നത് ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ നമുക്കറിയാം, ആത്മാവിൽ ജനിക്കുക, ആത്മാവിൽ ജനിക്കുക, ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു വചനത്താൽ ജനിക്കുക എന്ന്. വചനത്താൽ ജനിക്കുക. നാം കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ചു. നമുക്കറിയാം, അബ്രഹാമിന് ജനിച്ച സന്തതികൾ രണ്ടുപേരെ കുറിച്ച്, ഒരാളെ കുറിച്ച് പറയുമ്പോൾ ജഡപ്രകാരം ജനിച്ചവൻ, 2 വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ. വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ, വചനത്താൽ ജനിച്ചവൻ ശരീരത്തിന്റെ ആരോഗ്യമല്ല, സാധ്യതകളല്ല വാഗ്ദത്ത സന്തതിയെ കൊണ്ടുവന്നത്. അസാധ്യതകളുടെ നടുവിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിന്റെയും സാറയുടെ അകത്ത് ജീവനായി രൂപാന്തരപ്പെട്ട് അത് ശക്തിയായി മാറി. നമുക്കറിയാം, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അബ്രഹാമിന്റെ ശരീരത്തിന്റെ നിർജീവത്വവും മനസ്സിലാക്കിയിട്ടും നിർജീവമായ ശരീരത്തിൽ നിന്ന് ജീവൻ ആളുടെ പുറപ്പെടത്തക്കവണ്ണം ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് വചനത്താലാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ വഴിമുട്ടി എന്ന നിലയിൽ നിൽക്കും. നമ്മൾ പറയാറില്ലേ, വഴിമുട്ടി, ഗതിമുട്ടി എന്നൊക്കെ നമ്മൾ പറയാറില്ല. എന്നാൽ വഴിമുട്ടി നിൽക്കുന്നതിനെ വഴിത്തിരിവാക്കി മാറ്റുന്നവനാണ് കർത്താവ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സാഹചര്യങ്ങൾ തീർന്നു എന്ന നിലയിൽ നിങ്ങളായിരിക്കുന്നു. ഞാൻ പറയാം, ഇല്ല, തീർന്നിട്ടില്ല. സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അസാധ്യതകളുടെ നടുവിൽ സാധ്യതയുടെ വഴി തുറക്കുന്നവനാണ് ദൈവം. തീർന്നു പോയിടത്തുനിന്ന് വീണ്ടും കാര്യങ്ങളെ ആരംഭിക്കുന്നവനാണ് ദൈവം. ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് ദൈവം. യെസ്, ദാറ്റ് ഈസ് അവർ ഗോഡ്. അതാണ് നമ്മുടെ ദൈവം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നെങ്കിൽ, ഏത് അവസ്ഥയിൽ കൂടെ പോകുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അവിടെ ജീവനെ പ്രകാശിപ്പിക്കാൻ കർത്താവിന് കഴിയും. ജീവൻ തരുന്നത് ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആത്മാവിൽ ജനിച്ചത് ആത്മാവാകും. ആത്മാവിൽ ജനിച്ചത് ആത്മാവ്. അപ്പൊ ആത്മാവിനാൽ വീണ്ടും ജനിച്ച കർത്താവിന്റെ വചനത്തെ വിശ്വസിച്ച്, അതെ, ഞാൻ പാപിയാണ്, ഞാൻ രോഗിയായിരുന്നു, ഞാൻ പാപിയായിരുന്നു, ഞാൻ അതിക്രമ നിമിത്തം മരിച്ചവനായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. എന്താണ്? യേശു എനിക്ക് വേണ്ടി മരിച്ചു, ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു. പാപത്തെയും ശാപത്തെയും രോഗത്തെയും തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എന്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും ക്രൂശിൽ വില കൊടുത്തു. എന്നേക്കുമായി പാപത്തിൽ നിന്ന്, ശാപത്തിൽ, രോഗത്തിൽ തന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, നിത്യ ജീവൻ അവകാശിയായിട്ട് എന്നെ മാറ്റി. അത് യേശുവിന്റെ ക്രൂശിലെ മരണം, ആ ക്രൂശിലെ മുറിവ്, ക്രൂശിലെ ആമേൻ ആ വേദന, യാതനകളിൽ കൂടെ ഞാൻ നേടിയെടുത്ത് എനിക്ക് സൗജന്യമായി നൽകപ്പെട്ട ജീവൻ ഞാൻ അവകാശിയായി എന്ന് വാഗ്ദത്തത്തിൽ വിശ്വസിക്കുമ്പോൾ, വചനത്തെ വിശ്വസിക്കുമ്പോൾ, യെസ്, വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. വചനം നമ്മെ ഉയർപ്പിക്കുന്നതാണ്. വചനം നമുക്ക് ബലം തരുന്നതാണ്. വചനം നമ്മളെ നിർത്തുന്നതാണ്. വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. അപ്പൊ ഈ വചനത്താൽ വീണ്ടും ജനിച്ചു, ആത്മാവിൽ ജനിച്ചത് ആത്മാവ്. അപ്പൊ ആത്മാവിന്റെ പ്രത്യേകത, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. അതായത് അവന്റെ മനസ്സായിരുന്നു അവൻ. നമുക്കറിയാം, നമ്മള് പല ദേശത്ത് ജനിച്ചവരായിരുന്നു. നമ്മൾ പറയും, ഞാൻ ഇന്ത്യൻ പൗരനാണ്. ഒരു മറ്റു രാജ്യത്ത് ജനിച്ച ഒരാൾ പറയും, ഞാൻ ഇന്ന ദേശത്തെ പൗരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന്റെ വ്യത്യാസമല്ല, അവന്റെ മനസ്സിനകത്ത് അവ വളർത്തിയെടുത്തിരിക്കുന്ന ആശയങ്ങളും അവനായിരിക്കുന്ന ദേശത്തിലെ നിയമങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും സംസ്കാരവും ഒക്കെ ഉൾപ്പെടുന്നതാണ് അവന്റെ അകത്തെ മനുഷ്യൻ.
അതുകൊണ്ട് അവനെ മനസ്സുകൊണ്ട്, ആദാം മനസ്സുകൊണ്ടുള്ള മനുഷ്യനായിരുന്നു. മനസ്സുകൊണ്ട് അവന്റെ അറിവുകൾ അതായിരുന്നു ആദം. എന്നാൽ ഹല്ലേലൂയ, ആദം മനസ്സുകൊണ്ട് ചിന്തിച്ച് മനസ്സുകൊണ്ട് താൻ ആരാണെന്ന് മനസ്സിലാക്കിയിരുന്ന മനുഷ്യൻ. അപ്പം അവിടെ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സുകൊണ്ട് മനുഷ്യനായിരുന്നു. അവനൊരു പ്രശ്നമുണ്ട്. അവൻ എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാം. മനസ്സ് മാറുന്നതിനനുസരിച്ച് അവൻ മാറും. മനസ്സ് മാറുന്നതിനനുസരിച്ച് അവനിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി, ഒരു വ്യക്തി, അവൻ പഠിക്കുന്ന സമയത്തും വിദ്യാർത്ഥി, അത് കഴിഞ്ഞ് ജോലി തേടി നടക്കുമ്പോൾ അദ്ദേഹം ജോലി അന്വേഷിച്ച് നടക്കുന്ന വ്യക്തി. ജോലി കിട്ടിക്കഴിയുമ്പോൾ മാനേജറാണ്, ഓഫീസറാണ്, MD ആണ്, സൂപ്പർവൈസർ ആണ്, ഇല്ലെങ്കിൽ ഏതോ തസ്തികയിൽ അഡ്വക്കേറ്റ് ആണ്, ഡോക്ടറാണ്, പല തസ്തികകൾ പറയുമല്ലോ, പല പ്രൊഫഷൻസ് പറയുമല്ലോ, അതുപോലെ. എന്നാൽ മനസ്സിൽ മാറ്റമുണ്ട്. മനസ്സിൽ മാറുമ്പോൾ അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവന്റെ വ്യക്തിത്വത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ അടിസ്ഥാനം, നാം ഹല്ലേലൂയ ജഡപ്രകാരം ഉണ്ടായി മനസ്സിനനുസരിച്ച് വരുന്ന വ്യക്തിത്വങ്ങളല്ല നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയും പുനരുത്ഥാനത്തെയും വിശ്വസിച്ച, പുനരുത്ഥാനത്തിൽ അംഗീകരിച്ച, പുനരുത്ഥാനത്തെ സ്വീകരിച്ച ഒരു വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ആ വ്യക്തി ആത്മാവായി എന്ന് പറഞ്ഞാൽ അവന്റെ പുറമെയുള്ള ഐഡന്റിറ്റി അല്ല, അവൻ ആത്മാവിൽ അവൻ ആരാണെന്നുള്ളത് അതിന്റെ പ്രാധാന്യം. അതായത് അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മകനായി, ദൈവ പൈതലായി മാറി. അവൻ ദൈവത്തിന്റെ അംശം, ക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്നവനായിട്ട് മാറിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവാണിത്. ക്രിസ്തുവിന്റെ ജീവൻ എന്റെ അകത്തിരിക്കുക. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല. ഐ എം എ സ്പിരിറ്റ്. ഞാൻ ആത്മാവാണ്. ഞാൻ വളരെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു പ്രസംഗം, വളരെ ചെറുപ്പമൊന്നല്ല, യവന കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു മെസ്സേജും, ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ ദേഹത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ ദേഹത്തിൽ വസിക്കുന്നു. ഐ എം എ സ്പിരിറ്റ്, ഐ ഹാവ് എ സോൾ, ഐ ഡ്വെൽ ഇൻ എ ബോഡി. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ആത്മാവാണ് ഞാനെങ്കിൽ, ചിന്തിച്ചു നോക്കുക, എന്റെ കയ്യിൽ ഒരു പേന ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്നിരിക്കട്ടെ. ആ ഫോൺ ഡെഡ് ആകുമ്പോൾ, ആ ഫോണിന്റെ ചാർജ് തീർന്ന നമ്മൾ ഡെഡായി. അപ്പൊ എനിക്കുള്ള വസ്തു അത് ഡെഡ് ആയപ്പോ അതിന് ഒന്ന് പൊട്ടിയാല് ഞാൻ ഒരിക്കലും ഞാൻ ഡെഡായി എന്ന്, അല്ലെങ്കിൽ ഞാൻ പൊട്ടിയെന്ന് നമ്മൾ ആരും പറയത്തില്ല. കാരണം അത് എനിക്കുള്ളൊരു വസ്തുവാണ്, ഞാനല്ലത്. അപ്പോൾ എനിക്കുള്ള ഗുണം എന്താ? ഞാൻ ജീവനോടുള്ളിടത്തോളം ആ ഡെഡായ ഫോണിനെ വീണ്ടും റീചാർജ് ചെയ്യാൻ എനിക്ക് പറ്റും. ഇതുപോലെ തന്നെയാണ് ഐ ആം എ സ്പിരിറ്റ്, ഞാൻ ആത്മാവാണ്. നമ്മൾ തിരിച്ചറിയണം, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ ശരീരമല്ല, എന്നെ നിയന്ത്രിക്കുന്ന എന്റെ മനസ്സല്ല, എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ സ്പിരിറ്റ് ആണ്. എന്റെ ആത്മാവിലെ കാഴ്ചപ്പാട് ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു. ആത്മാവിൽ ഞാൻ സ്വർഗത്തോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആത്മാവിൽ ഞാൻ ദൈവത്തോട് കണക്റ്റായി നിൽക്കുകയാണ്. ആത്മാവിൽ ഞാൻ ക്രിസ്തുവിനോട് കണക്റ്റായി നിൽക്കുകയാണ്. സ്പിരിറ്റിൽ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആത്മാവിൽ ഞാൻ സൗഖ്യമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തെ, രോഗത്തെ ഒരിക്കലും എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ രോഗിയാണെന്ന്. കാരണം എന്റെ ആത്മാവാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ജീവനോടുള്ളിടത്തോളം എന്റെ കയ്യിലെ വസ്തുക്കൾക്ക് അതിനെന്ത് കേടുപാടുകൾ വന്നാലും എനിക്ക് പോക്കുവാൻ സാധിക്കുമെങ്കിൽ ആമേൻ, എനിക്ക് പറയാൻ സാധിക്കും, എന്റെ ആത്മാവ് ജീവനോടുള്ളിടത്തോളം എന്റെ ശരീരത്തെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരും, ആരോഗ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, ബലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, സ്വസ്ഥതയിലേക്ക് മടക്കിക്കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം കേൾക്കും, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് അറിഞ്ഞ് കേട്ട് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. യു ആർ എ സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവാണ്. വചനത്താൽ വീണ്ടും ജനിച്ച നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾക്ക് ഹല്ലേലൂയ നിർജീവമായ നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കാനുള്ള പവർ, അതോറിറ്റി നിങ്ങളുടെ അകത്തുണ്ട്. നിർജീവമായ നിങ്ങളുടെ ശരീരത്തെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ബലഹീനമായ നിങ്ങളുടെ ശരീരത്തെ ആമേൻ രോഗികളായിരിക്കുന്ന നിങ്ങളെ ആത്മാവിൽ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ രോഗിയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, ആത്മാവിൽ നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ പൈതലാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആത്മാവിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ, ആത്മാവിനാൽ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ശക്തന്മാരാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ തിരിച്ചറിവ് നിങ്ങളകത്ത് സാധിക്കുന്നുണ്ട്. ആ തിരിച്ചറിവിനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അതൊരു ഫിസിക്കൽ, ശാരീരികമായിട്ട് ഒരു കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കുക എന്നതല്ല, തിരിച്ചറിവോടുകൂടെ പ്രതികരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ
ഇതുവരെ നിങ്ങളെ വാണുകൊണ്ടിരുന്ന പല തിരിച്ചറിവുണ്ട്. നീ രോഗിയാണ്, നീ തകർന്നിരിക്കുകയാണ്, നിനക്ക് വലിയ കടഭാരമാണ്, നീ രക്ഷപ്പെടത്തില്ല, നിനക്കൊരു ഭാവിയില്ല എന്ന് ഇതുവരെ നീ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പറയാൻ സാധിക്കണമില്ല, ഐ ആം എ സ്പിരിറ്റ്, ഞാനൊരു ആത്മാവാണ്, എനിക്ക് സാഹചര്യങ്ങളെ അതിജീവിച്ച് എഴുന്നേൽക്കാൻ സാധിക്കും, ഈ സാഹചര്യങ്ങളെ പൊട്ടിച്ചു കളഞ്ഞ് എഴുന്നേൽക്കാൻ സാധിക്കും, എന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന കോട്ടകളെ തകർത്ത് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഐ ആം അനോയിന്റഡ്, ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ്, ഞാൻ ജീവൻ പ്രാപിച്ചവനാണ്, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. ആത്മാവിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ കർത്താവ് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേൽ എത്ര പ്രതികൂലമുണ്ടെങ്കിലും നിങ്ങളുടെ അകത്തെ ആത്മാവ്, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവവചനം നിങ്ങളുടെ ബലഹീനതകളെ മാറ്റും, രോഗത്തെ മാറ്റും, പ്രയാസത്തെ മാറ്റും, ഭാരത്തെ മാറ്റും. നിങ്ങളെ ജീവനോടെ, നിങ്ങൾ എവിടെയാണോ തകർന്നു കിടക്കുന്നത് അവിടെ മുഴുവൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്താനായിട്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിന്റെ മേൽ കർത്താവെ ഞങ്ങളുടെ അസാധാരണമായ ജീവൻ വെളിപ്പെടട്ടെ. എല്ലാ ബലഹീനതകളും അവർ വിട്ടുമാറട്ടെ. ജീവന്റെ അഭിഷേകത്തോടെ കർത്താവിന്റെ നിൽപ്പാൻ അവരുടെ ആക്കണം. എല്ലാ ബലഹീനതകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ സ്വർഗീയ അപ്പയുടെ ജീവൻ, സ്വർഗീയ അപ്പന്റെ ജീവൻ വെളിപ്പെടട്ടെ. കർത്താവരുടെ അകത്ത് തിരിച്ചറിവുണ്ടാകട്ടെ. അവർ ആത്മാവിനെ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ച് അവരുടെ മേൽ ഭാരം വാഴത്തില്ല, നിരാശ വാഴത്തില്ല, പ്രതികൂലങ്ങൾ വാഴത്തില്ല, ശാപം വാഴത്തില്ല, രോഗം വാഴത്തില്ല, പരാജയം വാഴത്തില്ല, നിരാശ വാഴത്തില്ല. യേശുവിന്റെ നാമത്തിലെ നിരാശകളും ഭാരങ്ങളും ഭയങ്ങളും മാറിപ്പോയി ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവിലെ ജീവൻ അവരിലേക്ക് ഒഴുകട്ടെ. അത്ഭുതം നടക്കട്ടെ കർത്താവേ. യെസ് ലോർഡ്, ഹല്ലേലൂയ. മനസ്സിനകത്തുള്ള എല്ലാ ഡിപ്രഷനും എല്ലാ താഴ്ന്ന ചിന്താഗതികളും മാറട്ടെ ഇപ്പോൾ തന്നെ കർത്താവ്. രോഗനിമിത്തം, സാമ്പത്തികമായ വെല്ലുവിളികൾ നിമിത്തം, ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ നിമിത്തം വന്നുപോയ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ മാറി കർത്താവിന്റെ ജീവൻ അവരിലേക്ക് ഒഴുകട്ടെ. കർത്താവ് അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങ് വിടുവിച്ചതിനാൽ നന്ദി, അത്ഭുതങ്ങൾ ചെയ്തതിനായിട്ട് നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-11 വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ വീണ്ടും ജനിച്ച നിങ്ങൾ കർത്താവിന്റെ ആത്മാവിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലായിടത്തും ജയമുണ്ട്. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ ശുശ്രൂഷ പങ്കുവയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി വാട്സപ്പിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.